ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കണേ. നമ്മളെന്നും ഉണ്ടാക്കണ ഓംലെറ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്യണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഇത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട വെച്ചിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചിട്ടൊരളവൊന്നുമില്ല, നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടെയുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും രണ്ടും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം സവാള ചെറുതായിട്ട് മുറിച്ചെടുത്താണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒണിയനും ഞാനിവിടെ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് കറുത്ത് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഓംലെറ്റ് ഉണ്ടാക്കണേ ആ ഒരു സമയത്ത് തന്നെ ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ കൂട്ടോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഓംലെറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതല്ലേ, അതൊക്കെ വേവായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് സ്ലോ കുക്കിംഗ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും നമുക്കത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് മതിയാകും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഓംലെറ്റ് റെഡിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടമാവും. കാരണം ഈ മുട്ടയും പൊട്ടാറ്റോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു ഫേവറേറ്റ് സാധനങ്ങളാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.